തൻ്റെ സന്നിധിയിൽ വസിപ്പാൻ നമ്മെ തിരഞ്ഞെടുത്ത് നമ്മെ സ്വന്തം ജനമാക്കിയ ത്രിയേക ദൈവത്തിന് സ്തോത്രമുണ്ടാകട്ടെ. തിരുസന്നിധിയിൽ വസിപ്പാൻ നമുക്ക് യോഗ്യതകളില്ലാതിരുന്നിട്ടും നമ്മെ അതിനുവേണ്ടി തൻ്റെ പുത്രന്റെ ചോരയാൽ കഴുകി നമ്മെ അകൃത്യങ്ങളെ പോക്കി തൻ്റെ സന്നിധിയോട് അടുക്കുമാറാക്കിയല്ലോ. ആ വലിയ ദൈവകൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ആ സ്നേഹത്തിൻ്റെ ആഴങ്ങൾ വീണ്ടും അനുഭവിപ്പാൻ, നുകരുവാൻ, ആസ്വദിപ്പാൻ ദൈവം നമുക്ക് കൃപ ചെയ്യട്ടെ. നമ്മെ പിതാവിനോട് അടുപ്പിക്കുവാൻ ക്രൂശിൽ പരമയാഗമായ ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ ഉള്ള വന്ദനങ്ങൾ എല്ലാവർക്കും സ്നേഹത്തോടെ അറിയിക്കുന്നു. ഭക്തകവി പാടിയതുപോലെ, ഇതെന്തു ഭാഗ്യം യേശുനാഥനോട് ചേർന്നു ഞാനിതാ. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണത്. സ്രഷ്ടാവായ ദൈവത്തോട് ചേർന്നിരിക്കുവാൻ, ഒന്നായി തീരുവാൻ, സമാധാനം ആചരിപ്പാൻ ദൈവം തരുന്ന കൃപ. സ്തോത്രം. ദൈവത്തോട് അടുക്കുന്നതിന് ശത്രുത്വമായി നിന്നതിനെ കർത്താവ് മാറ്റി. സ്തോത്രം. നമ്മെ തന്നോട് അടുപ്പിച്ച, നമ്മെ തന്നോട് നിരപ്പിച്ച, നമ്മെ തന്നോട് സമാധാനിപ്പിച്ച ക്രൂശനായിട്ട് സ്തോത്രം. ആ ബന്ധത്തിൽ അന്ത്യം വരെ നിലനിൽക്കുവാൻ ദൈവം നമുക്കേവർക്കും കൃപ ചെയ്യട്ടെ എന്ന് കർത്താവിനോട് ആഗ്രഹിക്കുന്നു, കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ഇങ്ങനെ ഒരുമിച്ച് കൂടുവാൻ ദൈവമക്കളും കർത്താവിൻ്റെ ദാസന്മാരുമാകുന്ന നിങ്ങളേവരും കാണിച്ച മനസ്സിനും ഉത്സാഹത്തിനുമായിട്ടും സ്തോത്രം ചെയ്യുന്നു. നാഥൻ ഏവർക്കും പ്രതിഫലങ്ങളെ തരുമാറാകട്ടെ. ദൈവസന്നിധിയിൽ നാം ചിലവഴിക്കുന്ന സമയങ്ങൾ ഒരിക്കലും നഷ്ടമല്ലെന്ന് അറിഞ്ഞുകൊണ്ട് നാം ദൈവവചനത്തിൽ ഉത്സാഹത്തോടെ എരിവുള്ളവരായി ദൈവത്തെ കണ്ടെത്തി ജീവിപ്പാൻ പിന്നെയും കൃപ ചെയ്യട്ടെ. നമ്മുടെ വിഷയത്തിലേക്ക് നമുക്ക് വരാം. വെളിപ്പാട് പുസ്തകം 21, 22 അധ്യായങ്ങളാണല്ലോ നമ്മുടെ പഠന വിഷയം. അവിടെ നമ്മൾ കാണുന്ന 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ: പുതിയ ആകാശം, പുതിയ ഭൂമി, പുതിയ യെരൂശലേം. ദൈവം പറയുന്നു, സകലവും കർത്താവ് പുതുതാക്കുന്നു എന്ന്. സർവവും പുതിയതാണ്, പഴയതെല്ലാം മാറിപ്പോകുന്നു. അവയെല്ലാം മാറ്റമുള്ളതാണെന്ന് നാം പഴയ നിയമ പുസ്തകങ്ങളിൽ നിന്ന് വരെ പഠിക്കുകയുണ്ടായി. സ്തോത്രം. ഇവയെല്ലാം മാറിപ്പോകുന്നതാണ്. ആകാശവും ഭൂമിയും അതിലെ സകല മൂലവസ്തുക്കളും എല്ലാം തന്നെ. സ്തോത്രം. ഇപ്പം നാം 21-ാമത്തെ അധ്യായത്തിൻ്റെ ആദ്യത്തെ വാക്യങ്ങളിൽ നിന്ന് തന്നെ കാണുന്നത് അതിൻ്റെ 5-ാമത്തെ വാക്യം 21:5. ഇനി മരണം ഉണ്ടാകുകയില്ല, ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകുകയില്ല. ഒന്നാമത്തേത് കഴിഞ്ഞുപോയി. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ, ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നു എന്നരുളി ചെയ്തു. എഴുതുക, ഈ വചനം വിശ്വാസയോഗ്യവും സത്യവുമാകുന്നു എന്നും അവൻ കൽപ്പിച്ചു. സ്തോത്രം. പഴയത് കഴിഞ്ഞുപോയി, ഒന്നാമത്തേത് കഴിഞ്ഞുപോയി. എന്നിട്ട് സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ പിതാവായ ദൈവമാണ്. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ, ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നു എന്ന് അരുളി ചെയ്തു. ഒന്നാമത്തേത് കഴിഞ്ഞുപോയി. നാം
20:11 കണ്ടു, ഇപ്പോഴത്തെ ഭൂമിയും ആകാശവും വലിയ വെള്ളസിംഹാസനത്തിൽ ഇരിക്കുന്ന ന്യായാധിപനായ ക്രിസ്തുവിന്റെ സന്നിധിയിൽ നിന്ന് ഓടിപ്പോയി എന്ന്. 20:11 says, the present heavens and the earth fled away from Jesus Christ, the enthroned on the great white throne. Then verse 21:1, there also we saw the present or the first heavens and the earth are passed away. 21:1 നാം കാണുന്നു, ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും കഴിഞ്ഞുപോയി, സമുദ്രവും ഇനിയില്ല. Same in 21:5 also we read, first everything, this first creation is no more. ഒന്നാമത്തെ സൃഷ്ടിയെക്കുറിച്ച് പറയുന്നു, അവയെല്ലാം കഴിഞ്ഞുപോയി. It's over, finished, consummated. Behold, I make everything new. സകലവും പുതുതാക്കുന്നു. അപ്പോൾ ഇവിടെ എല്ലാം നാം കാണുന്നത് ഒന്നാമത്തെ അല്ലെങ്കിൽ ഇപ്പോഴുള്ള നാം അധിവസിക്കുന്ന ഈ പ്രപഞ്ചത്തെ, ആകാശഭൂമികളെ, വാനഗോളങ്ങളെ കർത്താവ് നീക്കിക്കളയുന്നു, പുതിയത് സൃഷ്ടിക്കുന്നു. ഇത് വേദപഠിതാക്കൾക്കിടയിൽ ഒരു വലിയ ആശയക്കുഴപ്പം എന്ന് ഞാൻ പറയില്ല, പക്ഷേ ഭിന്നാഭിപ്രായങ്ങൾക്ക് കാരണമാണ്. രണ്ട് പ്രധാനപ്പെട്ട ഭിന്നാഭിപ്രായങ്ങളാണുള്ളത്. ഒന്ന്, പുതിയ ആകാശവും പുതിയ ഭൂമിയും എന്ന് പറയുന്നത് ഇത് തികച്ചും പുതിയതാണോ അതോ പഴയതിന് എന്തെങ്കിലും മാറ്റം വരുത്തി ഒന്ന് ഫിക്സ് ചെയ്ത്, ഒന്ന് റിപ്പയർ ചെയ്ത്, ഒന്ന് പുതുതാക്കുന്നതേ ഉള്ളൂ. ഈ രണ്ട് ചിന്തകൾ പൊതുവെ വേദപഠിതാക്കൾക്കിടയിലുണ്ട്. വേദപുസ്തക പ്രകാരം നിത്യതയെ സംബന്ധിച്ച് വിശ്വസിക്കുന്ന വേദപഠിതാക്കൾക്കിടയിൽ തന്നെ ഇത് ഭിന്നാഭിപ്രായങ്ങളായിട്ട് നിലനിൽക്കുന്നു. Many Bible students, Bible teachers, preachers, they are in two different angles about this new heaven, new earth. Whether it is brand new or it is just a renovated one of the present. Both of them have different angles and both of them have some back supports from different verses. പല വാക്യങ്ങളുടെ അകമ്പടിയോടെയാണ് ഈ രണ്ടു കൂട്ടരും അവരുടെ അഭിപ്രായങ്ങൾ വയ്ക്കുന്നത്. But again, this difference in opinion about the new heavens and the new earth, whether it is brand new or a renovated one, doesn't affect our eternity. And therefore, we don't need to take this difference of opinion that seriously. നമ്മൾ എന്നും പറയുന്നത് പോലെ ഇത് തികച്ചും പുതിയ ആകാശവും പുതിയ ഭൂമിയുമാണോ അതോ ഇപ്പോഴുള്ളതിൻ്റെ ഒരു ക്രമീകരിക്കപ്പെട്ട രൂപാന്തരപ്പെടുത്തിയ ഭാവമാണോ രൂപമാണോ എന്നുള്ളത് നമ്മുടെ നിത്യതയെ ബാധിക്കാത്ത ഒരു ഉപദേശമോ ആശയമോ ആയതുകൊണ്ട് അർഹിക്കുന്നതിലധികം ഒരു പഠനം, പഠിക്കുമ്പോഴുണ്ടാകുന്ന ജിജ്ഞാസയോ മറ്റോ അതിലപ്പുറം അതിന് ഊന്നൽ കൊടുക്കേണ്ട ആവശ്യമില്ല.
എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ഇത് തികച്ചും പുതിയതാണ് എന്ന് തന്നെയാണ്. കാരണം ഈ 2 വാക്യങ്ങൾ തന്നെ നമുക്ക് ധാരാളമാണ്. അല്ല ഇപ്പൊ നമ്മൾ പറഞ്ഞ 3 വാക്യങ്ങൾ തന്നെ അതിന് ധാരാളമാണ്. 20:11 നമ്മൾ കാണുന്നത്, അവന്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിപ്പോയി, അവയെ പിന്നെ കണ്ടില്ല. 21:1 നാം കാണുന്നത്, ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി, സമുദ്രവും ഇനിയില്ല. ഇപ്പൊ നമ്മൾ വായിച്ച 5-ാമത്തെ വാക്യത്തിലും കണ്ടു, ഒന്നാമത്തേത് ഒഴിഞ്ഞുപോയി അല്ലെങ്കിൽ കഴിഞ്ഞുപോയി. പിന്നെ ഞാൻ സകലവും പുതുതാക്കും. അപ്പോൾ ഇപ്പോഴത്തേതിന് മാറ്റം വരും. ഇവ ഒഴിഞ്ഞുപോയി, ഇവ ഓടിപ്പോയി, ഇവയെ പിന്നെ കണ്ടില്ല എന്ന് വ്യക്തതയോടെ ഒന്നിലധികം വാക്യങ്ങളിൽ നാം കാണുന്നത് കൊണ്ട് ഇത് മാറിപ്പോയി എന്ന് തന്നെ ചിന്തിക്കുന്നതാണ് കൂടുതൽ ഉത്തമം. അതിന് കാരണങ്ങളും നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടു. തീർച്ചയായും ഒന്നാമത്തെ ആകാശത്തെയും ഭൂമിയെയും ദൈവം ഉണ്ടാക്കി. ദൈവത്തിന്റെ സൃഷ്ടിയാണ്. 6 ദിവസത്തെ സൃഷ്ടിപ്പിൽ ഓരോ ദിവസം കഴിയുമ്പോഴും നാം കാണുന്നുണ്ട്, യഹോവയായ ദൈവം ഇവയെല്ലാം നല്ലത് എന്ന് കണ്ടു. എന്നാൽ മനുഷ്യൻ പാപത്തിൽ വീണതിന് ശേഷം ദൈവം സൃഷ്ടിച്ച നല്ലത് എന്ന് കണ്ട അതേ ഭൂമിയെ, പ്രപഞ്ചത്തെ ദൈവം ശപിച്ചു. ആ ശാപത്തിൽ നിന്ന്, ആ ദ്രവത്വത്തിൽ നിന്ന്, ആ അടിമത്വത്തിൽ നിന്ന്, ആ ഫ്യൂട്ടിലിറ്റി, ആ മായയിൽ നിന്നുള്ള മോചനത്തിന് വേണ്ടിയാണ് സകല സൃഷ്ടിയും ഈറ്റുനോവോടുകൂടെ ഇരിക്കുന്നത്. അതിൽ നിന്നുള്ള മോചനം എന്ന് പറയുന്നത് ചിലത് അതിൻ്റെ നാശം തന്നെയാണ്, അത് ഒഴിഞ്ഞു പോവുക എന്നുള്ളത് തന്നെയാണ്. ദൈവം എന്നിട്ട് സകലത്തെയും പുതുതാക്കുന്നു. അതുകൊണ്ട് ഇപ്പോഴുള്ളതിനെ മുഴുവനും മാറ്റുന്നു എന്ന തിരുവചന ചിന്തകൾ നമുക്ക് പൂർണ്ണമായും സ്വീകാര്യമാണ്. ഇത് മാറിപ്പോകുന്നതാണെന്ന് പ്രവാചകന്മാർ പറഞ്ഞതും എബ്രായ ലേഖന കർത്താവ് എടുത്തു പറഞ്ഞതുമൊക്കെ നമ്മൾ വായിച്ചു കഴിഞ്ഞ കാര്യങ്ങളാണ്. അതുകൊണ്ടും കൂടൊക്കെ തന്നെ ഞാൻ വ്യക്തിപരമായിട്ട് കരുതുന്നത് ഇപ്പോഴുള്ളതിനെ പൂർണ്ണമായും മാറ്റിയിട്ട് തികച്ചും പുതിയത് ദൈവം സൃഷ്ടിക്കുന്നു. നിങ്ങൾക്ക് താല്പര്യമുള്ള നിലകളിൽ ആ വിഷയത്തെക്കുറിച്ച് ചിന്തിക്കാവുന്നതാണ്. അത് ഒരു എന്താണ് പറയുന്നത്, വിഷയമല്ല എന്നും കൂടെ പറഞ്ഞ് ഞാൻ വിടുന്നു. ഇത് തികച്ചും പുതിയതാണോ അല്ലയോ എന്നുള്ളതിനെ കുറിച്ചുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പലരുടെയും പഠനങ്ങളിൽ കാണുവാനായിട്ട് സാധിക്കും. മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ള പ്രവചന വ്യാഖ്യാതാക്കൾ ഉൾപ്പെടെ ഉള്ള പലരും അതേക്കുറിച്ച്, ഇന്ന് ജീവിച്ചിരിക്കുന്നവരും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മരിച്ചവരും ഒക്കെയായ വേദ പഠിതാക്കൾ ഇവയെക്കുറിച്ചൊക്കെ വിവിധ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോ വ്യക്തിപരമായ എൻ്റെ നിലപാട് ഞാൻ നിങ്ങളോട് പറഞ്ഞു. തികച്ചും പുതിയ ഒരു സൃഷ്ടി എന്ന നിലയിൽ, തികച്ചും പുതിയത് എന്ന നിലയിൽ, അതിന് തത്തുല്യമായ പഴയ നിയമഭാഗങ്ങളും നമ്മൾ ഇന്നലെ യെശയ്യാവിൽ നിന്നുമൊക്കെ വായിച്ചിരുന്നല്ലോ, ആവർത്തിക്കുന്നില്ല. ദൈവം പുതിയത് സൃഷ്ടിക്കാൻ പോകുന്നു. പഴയത് കഴിഞ്ഞുപോയി, അത് നിലനിൽക്കുന്നതല്ല എന്ന നിലകളിൽ. എന്തെങ്കിലും ചോദ്യങ്ങളോ അഭിപ്രായങ്ങളോ വിഷയത്തിലുണ്ടെങ്കിൽ സ്വാഗതം ചെയ്യുന്നു.
പാപം ചെയ്ത മനുഷ്യനോടുള്ള ബന്ധത്തിൽ ദൈവം അങ്ങനെ ചെയ്തില്ലല്ലോ. പാപം ചെയ്ത മനുഷ്യനോടുള്ള ബന്ധത്തിൽ ദൈവം അങ്ങനെ ചെയ്തില്ല. പക്ഷേ മനുഷ്യനെ പോലെ അല്ലല്ലോ ജീവനും ആത്മാവും ഇല്ലാത്ത ഈ പ്രപഞ്ചം. ആ ഒരു അഭിപ്രായവും ഈ വിഷയത്തിൽ ചിലർ ഉന്നയിക്കുന്നുണ്ട്. ഇതേ അഭിപ്രായം, കുട്ടിയങ്ങളിൽ പറഞ്ഞ ഈ അഭിപ്രായം, അതായത് എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ 1-ാം വാക്യം 5-ാം വാക്യം, Ephesians 2:1-5, there we see we were dead in trespasses and sins. നമ്മൾ മനുഷ്യർ അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്നു. എന്നിട്ട് പറയുന്നു, ക്രിസ്തുവിനോടുകൂടെ നമ്മെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. We are made alive with Christ. But people ask, a group of people who do not believe that the new earth and the new heavens will be just a renovation of the present, not a brand new one. They argue that we were dead in trespasses and sins, and we are made alive. That death doesn't mean literal death. That made alive doesn't mean literal resurrection. It is something spiritual, a change of status. So in the same way, the new heavens and the new earth will also be a change in the status, not a brand new. പലരും ആ കൂട്ടർ അഭിപ്രായപ്പെടുന്നത് അതിക്രമങ്ങളിലും പാപങ്ങളിലും നമ്മൾ മരിച്ചവരായിരുന്നു എന്ന് പറയുന്നതോ നമ്മെ ഉയർപ്പിച്ചു എന്ന് പറയുന്നതോ, പിന്നീട് ആ ഭാഗങ്ങൾ കാണുന്നുണ്ട് നമ്മെ ഉയർത്തി സ്വർഗസ്ഥലങ്ങളിൽ ഇരുത്തിയിരിക്കുന്നു എന്ന് പറയുന്നത് ഒന്നും അക്ഷരികമല്ലല്ലോ. നാം ആരും അക്ഷരികമായി മരിച്ചില്ലായിരുന്നല്ലോ. അക്ഷരികമായി നാം ആരും ഉയർത്തില്ലല്ലോ. അക്ഷരികമായി നമ്മളെ സ്വർഗത്തിൽ കൊണ്ടിരുത്തിയില്ലല്ലോ. എന്നതുപോലെ ഈ ആകാശഭൂമികൾ പുതുതാക്കുന്നു എന്ന് പറയുന്നതും ഇതേ അർത്ഥത്തിലെടുത്താൽ മതി എന്ന അഭിപ്രായമാണ് ഒരു കൂട്ടർക്കുള്ളത്. എന്നാൽ അതിന് ഒരു മറുപടി, ദൈവം അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്ന നമ്മെ ഉയർപ്പിച്ചു സ്വർഗസ്ഥലങ്ങളിൽ തന്നോടുകൂടെ ഇരുത്തിയിരിക്കുന്നു എന്ന് പറയുന്നത് ഇപ്പോഴത്തെ അവസ്ഥ കൊണ്ട് മാറുന്നതും തീരുന്നതുമാണോ? അല്ലല്ലോ. അക്ഷരികമായിട്ട് തന്നെ നമുക്കൊരു ഉയർപ്പും സ്വർഗത്തിലേക്കുള്ള എടുക്കപ്പെടലും സ്വർഗത്തിൽ ദൈവത്തോടു കൂടെ ഇരുത്തപ്പെടുന്ന അക്ഷരികമായ അവസ്ഥകളും ഉണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ ആകാശഭൂമികൾ പുതുതാക്കുന്നു എന്ന് പറയുമ്പോഴും അതേ അർത്ഥത്തിൽ തികച്ചും അക്ഷരീക പൂർത്തീകരണം തന്നെ ഉണ്ട് എന്ന് നമുക്ക് സ്വീകരിക്കാം, കുഴപ്പമില്ല. 2, പാപം ചെയ്ത മനുഷ്യനെ ദൈവം ഇതുപോലെ മാറ്റുന്നില്ല. എന്നിട്ട് പുതിയ ഒരു സൃഷ്ടിയെ ദൈവം സൃഷ്ടിച്ചില്ല. ശരി തന്നെ. പക്ഷേ മനുഷ്യൻ്റേതുപോലെ മുമ്പേ ഞാൻ പറഞ്ഞ അചേതനമായ ജീവനില്ലാത്ത ആത്മാവില്ലാത്ത സൃഷ്ടിയെ നാം കാണേണ്ടതില്ല. ഈ ഭൂമിയെയോ ഭൂമിയിലുള്ള വൃക്ഷ സസ്യാദികളെയോ ജീവജന്തുക്കളെയോ അല്ല ദൈവം ദൈവത്തോടു കൂടെ നിത്യത ചിലവഴിക്കാനായിട്ട് സൃഷ്ടിച്ചത്. ദൈവം ഉണ്ടാക്കിയ ഈ പ്രപഞ്ചമോ പ്രപഞ്ചത്തിലുള്ള എന്തെങ്കിലുമോ ദൈവത്തോടുകൂടെ നിത്യത ചിലവഴിക്കണം
അല്ലെങ്കിൽ ദൈവത്തിന് അവയോടുകൂടെ നിത്യകാലം ചിലവഴിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടെ അല്ല സൃഷ്ടിച്ചത്. കേവലം മനുഷ്യനെ മാത്രമേ അങ്ങനെ ദൈവം സൃഷ്ടിച്ചിട്ടുള്ളൂ. അതുകൊണ്ടും കൂടെയാണ് ഈ പ്രപഞ്ചത്തിൽ ദൈവം സൃഷ്ടിച്ച സൂര്യ, ചന്ദ്ര, നക്ഷത്രാദികളെ അവ പിന്നെ ഇല്ല എന്ന നിലയിൽ 21:23 വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിച്ചത്. സൂര്യനും ചന്ദ്രനും ഒന്നും പിന്നെ ഇല്ല. അപ്പൊ ഇവയെല്ലാം ദൈവത്തോടുകൂടെ നിത്യകാലം വസിക്കണം, അല്ലെങ്കിൽ ദൈവത്തിന് ഇവയോടൊപ്പം നിത്യത ചെലവഴിക്കണം എന്നുള്ള ലക്ഷ്യമായിരുന്നെങ്കിൽ അവയെ ദൈവം നീക്കിക്കളയില്ലായിരുന്നു. സമുദ്രവും ഇനിയില്ല. പുതുതാക്കപ്പെടുന്നത് ആകാശവും ഭൂമിയും മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളതൊന്നും ഇല്ല. അപ്പോൾ മനുഷ്യനെ ദൈവം ദൈവത്തോടുകൂടെ നിത്യതയ്ക്കായി സൃഷ്ടിച്ചതുപോലെ ഈ പ്രപഞ്ചത്തെ ദൈവം സൃഷ്ടിച്ചില്ല. അതുകൊണ്ട് ജീവനും ആത്മാവും ഇല്ലാത്ത ഇതര സൃഷ്ടികളെ മൊത്തമായി മാറ്റി ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുന്നത് ഇതുമായി ബന്ധപ്പെടുത്തി ഇല്ലെന്ന് പറയാൻ ഒക്കാത്ത കാര്യമാണ്. ഇതേ വിഷയം തന്നെ ദൂതന്മാരോടുള്ള ബന്ധത്തിലും ദൈവം ചെയ്തല്ലോ. നമുക്ക് മാത്രമല്ലേ ഒരു സെക്കൻഡ് ചാൻസ്, മനുഷ്യന് മാത്രമല്ലേ മറ്റൊരവസരവും കൂടെ, മാനസാന്തരത്തിന് അവസരവും കൂടെ തന്നുള്ളൂ. ദൂതന്മാർക്ക് പോലും അവസരം ദൈവം കൊടുത്തില്ലല്ലോ. അപ്പോൾ ദൂതന്മാരോട് ഇടപെടാത്തതുപോലെയല്ലേ പാപം ചെയ്ത മനുഷ്യനോട് ദൈവം ചെയ്തത്. അതുകൊണ്ട് മനുഷ്യൻ തികച്ചും വ്യത്യസ്തനാണ്. The human creation was very unique. God did not deal with human beings, the sinful or the sin human beings, the fallen human beings, as God dealt with the fallen angels. In the same way, God will not be dealing with this creation as God dealt with the fallen human beings. Human creation is very unique, and humans are created to dwell with God forever. So they are created for eternity. But that is not the case with the universe. Whether they are the living things or the non-living things, it's not the case with the creation. വേറെന്തെങ്കിലും? ശരി, മറ്റൊന്നുമില്ലെങ്കിൽ നമുക്ക് വീണ്ടും പുതിയ യെരൂശലേം എന്ന ചിന്തകളുമായി മുൻപോട്ട് പോകാം. ഏറ്റവും ഒടുവിൽ നമ്മൾ ഇന്നലെ ചിന്തിച്ചത് പുതിയ യെരൂശലേമിലെ താമസക്കാരെ കുറിച്ചായിരുന്നു. പുതിയ യെരൂശലേമിൽ ആരൊക്കെ കാണും എന്നുള്ളതായിരുന്നു. So last night we concluded with the inhabitants of New Jerusalem. New Jerusalem. ഇപ്പോൾ ചോദിച്ച ചോദ്യത്തോട് അനുബന്ധിച്ച് തന്നെ നമുക്ക് ഇന്നത്തെ പഠനത്തിന്റെ മുൻപോട്ടുള്ള ഭാഗം നോക്കാം. ഇന്നലെ നമ്മൾ കണ്ടു പുതിയ യെരൂശലേമിലെ അന്തേവാസികൾ, അവിടുത്തെ താമസക്കാരെ കുറിച്ച്. അതില് എക്കാലത്തുമുള്ള വിശുദ്ധന്മാരുടെ സാന്നിധ്യത്തെ നമ്മൾ കണ്ടു. എക്കാലത്തുമുള്ള വിശുദ്ധന്മാരുടെ സാന്നിധ്യം. അപ്പോൾ ഇങ്ങനെ മനുഷ്യനെ മൊത്തമായും നീക്കിക്കളഞ്ഞ് ഒരു പുതിയ സൃഷ്ടി മനുഷ്യന് പകരമായി ദൈവം നടത്തിയില്ല എന്ന് ഇപ്പോൾ പറഞ്ഞ ആശയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് തന്നെ
നമുക്ക് കാണാൻ ഇവിടെ കഴിയുന്നത് എല്ലാ മനുഷ്യരെയും വ്യക്തിപരമായി ദൈവം ഈ പുതിയ യെരൂശലേമിലേക്ക് കൊണ്ടുപോകുന്നില്ല. Presently, we have seen God has not made a new creation substituting human beings fallen into sin. Otherwise, God did not make a substitute creation for the fallen man. പാപം ചെയ്ത മനുഷ്യന് പകരം മറ്റൊരു സൃഷ്ടിയെ ദൈവം ഉണ്ടാക്കിയില്ല. ഈവൻ മനുഷ്യൻ ആർക്കെങ്കിലും പകരക്കാരനായിരുന്നോ? Now comes another question, whether human beings or the human creation was a substitute for any other creation or creature. No. അല്ല, മനുഷ്യനും ആർക്കും പകരക്കാരനായിരുന്നില്ല. നമ്മുടെ ഇടയിലെ ഒരു പ്രസംഗമുണ്ട് പണ്ട്, ഇപ്പോൾ അത്ര കാര്യമായിട്ടില്ല, കുറേയൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. നേരത്തെ ഒരു പ്രധാന പ്രസംഗമായിരുന്നു ലൂസിഫറിന് പകരക്കാരായിട്ടാണ്, അല്ലെങ്കിൽ വീണുപോയ സ്വർഗീയ ഗായക സംഘത്തിന് പകരക്കാരായിട്ടാണ് നമ്മളെ ദൈവം സൃഷ്ടിച്ചതെന്ന്. ഇത് പണ്ടത്തെ ഒരു പ്രസംഗമാണ്. പ്രത്യേകമായ രീതിയിൽ സൃഷ്ടിക്കപ്പെട്ട ലൂസിഫറും കൂട്ടരും ദൈവത്തോട് പാപം ചെയ്ത് ആരാധകരുടെ കൊയറിന്റെ വർഷിപ്പ് ടീമിന്റെ സ്ഥാനം കാലിയായപ്പോൾ അവർക്ക് പകരം ദൈവം മണ്ണിൽ നിന്ന് നമ്മളെ ഉണ്ടാക്കി എന്നൊക്കെയുള്ള ആവേശം തരുന്ന പ്രസംഗങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ അതല്ല അതിൻ്റെ യാഥാർത്ഥ്യം. Yes, human creation is unique. നമ്മൾ വേറെ ആർക്കും പകരമായിട്ടുള്ളവരല്ല. നമ്മൾ ആരെയും മാറ്റിവെക്കാൻ സൃഷ്ടിക്കപ്പെട്ടവരല്ല. അതുകൊണ്ട് തന്നെ പാപം ചെയ്ത നമുക്ക് പകരം വേറെ ആരെയും ദൈവം സൃഷ്ടിക്കുന്നുമില്ല. We are not substitutes and therefore we are not substituted. Human beings are not substituted. There is no other creation. Instead of man, because man fell, no. അപ്പോൾ മനുഷ്യൻ ദൈവത്തിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠമാണ്. ആ മനുഷ്യന് പാപം മൂലം വീഴ്ച വന്നിട്ടും ദൈവം അവനെ തള്ളിക്കളഞ്ഞില്ല. പാപം ചെയ്ത ദൂതന്മാരെ തള്ളിയതുപോലെ പകരം പാപത്തിൽ വീണ മനുഷ്യജാതിയെ മുഴുവനും വീണ്ടെടുക്കാനുള്ള പദ്ധതി ഒരുക്കുകയാണ് ചെയ്തത്. The difference is, when angels sinned, there was no way of redemption. There was no chance of repentance. They also were not substituted, but they were removed from God's presence forever, without a second chance of repentance or returning or remorse. But for human beings, when man sinned, there
God made a way of redemption. God opened a way of salvation. God gave him a second chance, a chance of repentance. So that was the difference between angelic beings and human beings. ദൂതന്മാര് പാപം ചെയ്തപ്പോൾ ആ ദൂതന്മാരുടെ വീണ്ടെടുപ്പിന് വേണ്ടിയുള്ള വഴികളൊന്നും ദൈവം ഒരുക്കിയില്ല. 2, ദൂതന്മാർ പാപം ചെയ്തപ്പോൾ എല്ലാ ദൂതന്മാരെയും പാപത്തിന്റെ കീഴെ അടച്ചു കളഞ്ഞതുമില്ല. ഈ 2 വ്യത്യാസങ്ങൾ ഓർത്തുകൊള്ളുക. എന്നാൽ മനുഷ്യൻ പാപം ചെയ്തപ്പോൾ ഒരുത്തന്റെ ലംഘനത്താൽ സകല മനുഷ്യരും പാപത്തിന് കീഴായി. 2, അവരെ തള്ളിക്കളയാതെ അവർക്ക് വീണ്ടെടുപ്പിനുള്ള വഴി ദൈവം ഒരുക്കി. I think God this, no? When angels sin, God did not do 2 things. പറയാം. When angels sinned, God did not give them a second chance of redemption or repentance. Second thing, when some angels sinned, God did not put all the angels under sinfulness. But when human beings sinned, because of one man's sin, God made the entire humanity under sin. Second thing, God made a way of redemption and salvation. 2 കാര്യങ്ങൾ. 1, ദൂതന്മാര് പാപം ചെയ്തപ്പോൾ ദൈവം 2 കാര്യങ്ങൾ ചെയ്തില്ല. 1, പാപം ചെയ്ത ദൂതന്മാർക്ക് മാനസാന്തരത്തിന് അവസരം കൊടുത്തില്ല. അവർക്ക് രക്ഷയ്ക്കുള്ള വഴി ഒരുക്കിയില്ല. വീണ്ടെടുപ്പിന്റെ മാർഗം തയ്യാറാക്കിയില്ല. 2, ദൂതന്മാരിൽ ചിലരൊക്കെ പാപം ചെയ്തു. അതുകൊണ്ട് എല്ലാ ദൂതന്മാരെയും പാപത്തിന്റെ കീഴെ അടച്ചു കളഞ്ഞില്ല. പാപം ചെയ്ത ദൂതന്മാരെ വ്യക്തിപരമായി മാത്രമേ പാപം ചെയ്തതായി ദൈവം കാണുകയും ശിക്ഷിക്കുകയും ചെയ്തുള്ളൂ. ഇത്രയും മനസ്സിലായോ? എന്നാൽ വിപരീതമായിട്ട് മനുഷ്യൻ പാപം ചെയ്തപ്പോഴോ, ഒരു മനുഷ്യൻ പാപം ചെയ്തതുകൊണ്ട് സകല മനുഷ്യരും പാപികളായി തീർന്നു. 2, മനുഷ്യൻ പാപം ചെയ്തപ്പോൾ അവരെ നിത്യശിക്ഷയ്ക്ക് വിടാതെ അവർക്ക് വേണ്ടി പ്രായശ്ചിത്തത്തിന് വഴിയൊരുക്കി. കാൽവറി ക്രൂശ് അവർക്ക് വേണ്ടി ഒരുക്കി. ദൂതൻ പാപം ചെയ്തപ്പോൾ അവർക്ക് വേണ്ടി നിത്യ നരകം ഒരുക്കിയെങ്കിൽ മനുഷ്യൻ പാപം ചെയ്തപ്പോൾ അവന് വേണ്ടി കാൽവറി ക്രൂശാണ് ഒരുക്കിയത്. ആ വ്യത്യാസം ഇത്രയും വ്യക്തമാണോ? മറ്റാർക്കെങ്കിലും? ശരി. അപ്പൊ ദൈവം പാപം ചെയ്ത മനുഷ്യനെ എന്നേക്കുമായി നീക്കിക്കളഞ്ഞ് പകരം സൃഷ്ടിയെ ഒരുക്കിയില്ല. പ്രത്യുത ഈ പാപത്തിൽ വീണുപോയ മനുഷ്യനെ തന്നെ വീണ്ടെടുത്ത് യഥാസ്ഥാനപ്പെടുത്തി ദൈവത്തിൻ്റെ അനാദി നിർണയം, ദൈവത്തിൻ്റെ ആത്യന്തിക പദ്ധതി മുൻപോട്ട് കൊണ്ടുപോകാനാണ് ദൈവം വഴിയൊരുക്കിയത്. Okay, when man sinned,
God did not give up his original plan, his eternal purpose, but instead God made ways to redeem this man and pursue his eternal purpose. That doesn't mean all human beings will get an entrance into the new heavens, new earth, and the new Jerusalem. That doesn't mean. God has bearing some persons or people to enter into the city. ഈ പറഞ്ഞതിന്റെ സാരം എന്തല്ല എന്നും കൂടെ മനസ്സിലാക്കുക. യൂണിവേഴ്സൽ സാൽവേഷൻ, എല്ലാവർക്കും രക്ഷ എന്ന് പറയുന്ന ദുരുപദേശക്കാർ പറയുന്നത് പോലെ യേശു ക്രൂശിൽ മരിച്ചു, അതുകൊണ്ട് സകല മനുഷ്യരെയും കാടടച്ച് അങ്ങ് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും എന്നല്ല ഇതിൻ്റെ അർത്ഥം. പുതിയ വാനഭൂമികളിലും പുതിയ യെരുശലേമിലും പ്രവേശിക്കുന്നതിന് ദൈവം ചില നിബന്ധനകൾ വെച്ചിട്ടുണ്ട്. സ്നേഹവാനായ ദൈവം ഒരു നിബന്ധനയുമില്ലാതെ എല്ലാരെയും കൂട്ടത്തോടെ അങ്ങ് സ്വർഗത്തിൽ കൊണ്ടുപോകും എന്ന ദുരുപദേശ ആശയം നമ്മൾ ഈ പറഞ്ഞ വിഷയത്തിലില്ല. ആ ദുരുപദേശ ആശയമില്ല. അങ്ങനെ ഒരു ദുരുപദേശം പലർക്കും ഉണ്ട്, പലരും അങ്ങനെ ചിന്തിക്കുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടല്ലോ? പകരം നമ്മളിപ്പോൾ കാണുന്ന പുതിയ യെരുശലേം എന്ന ആ ഭാഗത്ത് തന്നെ നമ്മൾ ഇന്നലെ പുതിയ യെരുശലേമിലെ പൗരന്മാർ, പുതിയ യെരുശലേമിലെ താമസക്കാർ, അവിടുത്തെ അന്തേവാസികൾ ആരൊക്കെ ആയിരിക്കുമെന്ന് കണ്ടു. ത്രിയേക ദൈവം, ദൂതന്മാർ, വിശുദ്ധന്മാർ, ഇങ്ങനെ 3 കൂട്ടരാണെന്ന് നമ്മൾ കണ്ടു. അതിൻ്റെ വിശദീകരണം സോറി 3 കൂട്ടരാണ് പ്രധാനമായും പുതിയ യെരുശലേമിലെ വാസികൾ, നിവാസികൾ. ത്രിയേക ദൈവം, ദൈവത്തിൻ്റെ വിശുദ്ധ ദൂതസഞ്ചയങ്ങൾ, ദൂതന്മാർ, 3 വിശുദ്ധന്മാർ. പ്രധാനമായും ഈ 3 ഗ്രൂപ്പുകൾ, ഈ 3 കൂട്ടർ. ആ പശ്ചാത്തലത്തിൽ അതിനോട് ചേർത്ത് നമുക്ക് ചിന്തിക്കാം ആരൊക്കെ അവിടെ പ്രവേശിക്കുകയില്ല എന്നുള്ളത്. അതിൻ്റെ 6ഉം 7ഉം കൂടെ വായിച്ചിട്ട് അടുത്ത ഭാഗത്തേക്ക് പോകാം. 21-ന്റെ 6ഉം 7ഉം, 21 verses 6 and 7. പിന്നെയും അവൻ എന്നോട് അരുളി ചെയ്തത്, സംഭവിച്ചു തീർന്നു. ഞാൻ അൽഫയും ഒമേഗയും ആദിയും അന്തവും ആകുന്നു. ദാഹിക്കുന്നവന് ഞാൻ ജീവ നീരുറവയിൽ നിന്ന് സൗജന്യമായി കൊടുക്കും. ജയിക്കുന്നവന് ഇത് അവകാശമായി ലഭിക്കും. ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. അപ്പോൾ ചുരുക്കത്തിൽ അവിടെ പ്രവേശിക്കുന്നവർ ജയിക്കുന്നവർ മാത്രം എന്ന് നാം കാണുന്നു. അവിടെ പ്രവേശിക്കുന്ന മനുഷ്യരിൽ ജയാളികൾ മാത്രമേ കാണുകയുള്ളൂ, അതാത് തലമുറയിൽ ജയാളികളായവർ. So these verses depict
that only overcomers will get an entrance into this city. Overcomers. Overcomers in his or in their generations. തങ്ങളുടെ തലമുറകളിൽ ജയാളികളായവർ. ഓരോ തലമുറയിലും വ്യത്യസ്തമായ നിലകളിൽ അവർക്ക് ജയം വരിക്കേണ്ടതുണ്ടായിരുന്നു. ആ ഭാഗങ്ങളുടെ വിശദീകരണത്തിലും ഇപ്പോൾ നമ്മൾ പോകുന്നില്ല. അപ്പൊ ജയാളികൾ, ഈ വാക്യങ്ങളിലേക്ക് നമ്മൾ വീണ്ടും മടങ്ങി വരും ഇപ്പോഴത്തെ നമ്മുടെ വിഷയം വിട്ടതിന് ശേഷം, തീർന്നതിന് ശേഷം. എന്നാൽ ഈ പശ്ചാത്തലത്തിൽ നോക്കിക്കാട്ടെ, വേഴ്സ് 8, 8-ാമത്തെ വാക്യം. എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, അറയ്ക്കപ്പെട്ടവർ, കുലപാതകന്മാർ, ദുർനടപ്പുകാർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ എന്നിവർക്കും ഭോഷ്ക് പറയുന്ന ഏവർക്കുമുള്ള ഓഹരി തീയും ഗന്ധകവും കത്തുന്ന പൊയ്കയിലത്രേ. അത് രണ്ടാമത്തെ മരണം. ഇവിടെ പുതിയ യെരുശലേം എന്ന വിശുദ്ധ നഗരത്തിലേക്ക് പ്രവേശനം നിഷേധിക്കപ്പെടുന്ന 8 കൂട്ടരെ കുറിച്ച് കാണാം. Here are 8 group of people who will be prohibited entrance into the holy city, the city of New Jerusalem. പുതിയ യെരുശലേം എന്ന വിശുദ്ധ നഗരത്തിലേക്ക് പ്രവേശിക്കുവാൻ അനുവാദമില്ലാത്ത 8 കൂട്ടർ. നമുക്ക് പിന്നീട് ഈ പട്ടണത്തിന്റെ പ്രത്യേകതകൾ കാണാം. ഈ പട്ടണത്തിന് വാതിലുകളുണ്ടോ? ഈ പുതിയ യെരുശലേമിന് വാതിലുകളുണ്ടോ? ഉണ്ട്. അടയ്ക്കത്തില്ലെന്നേ ഉള്ളൂ. കഥയില്ല, വാതിലുണ്ട്. എൻട്രൻസ് ഉണ്ട്, അത് അടയ്ക്കാനുള്ള സംവിധാനം ഇല്ല. എന്ന് വെച്ചാൽ ഇറ്റ്സ് വൈഡ് ഓപ്പൺ ഓൾവേസ്. അത് നമ്മൾ പിന്നീട് കാണാം. അതിന്റെ വിശദീകരണങ്ങൾ ഒന്ന് ഓടിച്ച് നമുക്ക് നോക്കാം. ഇന്ന് പറ്റിയില്ലെങ്കിൽ നാളെയാകാം. അപ്പോ പുതിയ യെരുശലേം എന്ന ഈ വിശുദ്ധ നഗരത്തിന് വാതിലുകൾ ഉണ്ടെങ്കിലും കതകുകളില്ല, അല്ലെങ്കിൽ കതക് അടയ്ക്കത്തില്ല, തുറന്നു കിടക്കുക എന്ന് വിചാരിച്ച് ആർക്കും എപ്പോ വേണേലും അവിടെ കയറി കൂടാം, നടക്കാം എന്ന് ചിന്തിക്കരുത്. മുമ്പൊരിക്കൽ പറഞ്ഞതുപോലെ ചില എന്താണ് പറയുന്നത്, അല്പബുദ്ധികൾ ചിന്തിക്കാറുണ്ട്. മുമ്പൊരിക്കൽ ഞാൻ പറഞ്ഞ നരകത്തെക്കുറിച്ച് പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞതാണ്. എന്നോട് ചിലരൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ പുതിയ യെരുശലേമിന്റെ സ്വർഗത്തിന്റെ വാതിലിൽ കൂടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും, എന്നിട്ട് എൻ്റെ തോർത്തെടുത്ത് അല്ലെ എൻ്റെ എന്തെങ്കിലും സാധനം എടുത്ത് ഞാൻ സ്വർഗത്തിലേക്ക് എറിയും. എൻ്റെ പാപിയായ എൻ്റെ സാധനങ്ങളായതുകൊണ്ട് അതിലൊന്നും സ്വർഗത്തിൽ വസിക്കുന്ന ആരും തൊടത്തില്ല. ഒടുവിൽ എന്നോട് പറയും, എടുത്തോണ്ട് പോടാൻ, ഞാനതെടുക്കാൻ കയറും, പിന്നെ ഇറങ്ങത്തില്ലെന്ന്. എത്ര ബാലിശമായ ചിന്താഗതിയാണ് നോക്കണേ. അതിന്റെ വാതിലുകൾ അടയ്ക്കാതെ തുറന്നു കിടക്കുകയാണ്, ശരിയാ. പക്ഷേ ഇഷ്ടം പോലെ തോന്നിയവർക്ക് അതിലേക്ക് കയറി ഇറങ്ങി നടക്കാനൊന്നും പറ്റില്ല. അവിടേക്കുള്ള പ്രവേശനം തന്നെ വളരെ പരിമിതമാണ്, റെസ്ട്രിക്റ്റഡ് എൻട്രിയാണ് അവിടെ ഉള്ളത്. അതിലാണ് 8 കൂട്ടരെ കുറിച്ച് നാം ഇവിടെ കണ്ടത്. സ്തോത്രം. ഇരുപത്തിയൊന്നിന്റെ തന്നെ 25, 26, 27 കൂടെ വായിച്ചോളൂ. 21, 25, 26 and 27. അതിന്റെ ഗോപുരങ്ങൾ പകൽക്കാലത്ത് അടയ്ക്കയില്ല, രാത്രി അവിടെ ഇല്ലല്ലോ. ഇപ്പം നമ്മൾ കണ്ടതുപോലെ അടയ്ക്കത്തില്ല, തുറന്നു കിടക്കാതെ. കണ്ടിന്യൂ പ്ലീസ്. ജാതികളുടെ മഹത്വവും ബഹുമാനവും അതിലേക്ക് കൊണ്ടുവരും.
കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നവർ അല്ലാതെ അശുദ്ധമായത് യാതൊന്നും മ്ലേച്ഛതയും ഭോഷ്കും പ്രവർത്തിക്കുന്നവൻ ആരും അതിൽ ഇവിടെയും നമ്മൾ കാണുന്നു ആ വിശുദ്ധ നഗരത്തിൽ പ്രവേശിക്കാൻ പാടില്ലാത്തവരെ കുറിച്ച്, പ്രവേശനം നിഷേധിക്കപ്പെടുന്നവരെ കുറിച്ച്, ആർക്കു മാത്രമേ അവിടെ പ്രവേശനമുള്ളൂ എന്നും 21:7 only overcomers enter into the city. 21:27 only whose names are found in the book of life of the Lamb of God will enter into. No one else. 21:7 വെച്ച് ജയാളികൾക്ക് മാത്രം പ്രവേശനമുള്ള ഒരു നഗരം. 21:27 വെച്ച് ജീവപുസ്തകത്തിൽ പേരുള്ളവർക്ക് മാത്രം പ്രവേശിക്കുവാൻ കിട്ടുന്ന ഒരു സ്ഥലം. 21:8 നമ്മൾ 8 കൂട്ടരെ കുറിച്ച് കണ്ടു ഈ നഗരത്തിലേക്ക് പ്രവേശിക്കാൻ അനുവാദമില്ലാത്തവരായിട്ട്. അതുപോലെ 21:27 നമ്മൾ കണ്ടു എന്തൊക്കെയാ? അശുദ്ധമായത് പ്രവർത്തിക്കുന്നവരാരും അവിടെ കടക്കയില്ല, അശുദ്ധന്മാരാരും അവിടെ പ്രവേശിക്കയില്ല, മ്ലേച്ഛന്മാരാരും അവിടെ പ്രവേശിക്കയില്ല, ഭോഷ്ക് പ്രവർത്തിക്കുന്നവരും ആരും പ്രവേശിക്കയില്ല. സ്തോത്രം. In 21:27 also we see 3 particular groups who will be prohibited entrance. ഒന്ന്, all those who are unclean, all those who are abominable and false, all those who pursue falsehood. 22-ാമത്തെ അധ്യായം 14-15 22 verses 14 and 15. ജീവന്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരമുണ്ടാകേണ്ടതിനും ഗോപുരങ്ങളിൽ കൂടി നഗരത്തിൽ കടക്കേണ്ടതിനും തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ. നായ്ക്കളും ക്ഷുദ്രക്കാരും ദുർനടപ്പുകാരും കുലപാതകന്മാരും ബിംബാരാധികളും ഭോഷ്കിൽ പ്രിയപ്പെടുകയും അതിനെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഏവനും പുറത്തു തന്നെ. Again 22:14 who all will be permitted entrance, or what to do to enter into the city. 14-ാം വാക്യത്തിൽ 22:14 കണ്ടു ആർക്കാണ് ഈ വിശുദ്ധ നഗരത്തിലേക്ക് പ്രവേശനം. സ്തോത്രം. എന്ത് ചെയ്യണം? do his commandments. തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ. എന്ന് വെച്ചാൽ വിശുദ്ധ ജീവിതം എന്നർത്ഥം. Obeying God's commandments, those who keep themselves clean and pure or living a holy life. Stotra. That is the meaning of washing their garments, cleansing their garments. തങ്ങളുടെ വസ്ത്രം അലക്കുക എന്നതുകൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത് അതാണ്. സ്തോത്രം. ജീവിത വസ്ത്രത്തെ ശുദ്ധമായിട്ട് സൂക്ഷിക്കുക. അതെങ്ങനെയാ അലക്കാൻ പറ്റുന്നത്? ജീവിത വസ്ത്രത്തെ അലക്കാൻ എങ്ങനെയാ പറ്റുന്നത്? With the blood of the Lamb. Praise God. 7:14 7:14. Praise God. കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു.
Praise God. കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു. Yeah, washing their robes. Okay. Would you just please read that verse, Arena Mama? Blessed are those who do his commandments, that they may have the right to the tree of life and may enter through the gates into the city. Okay. So here, blessed or happy and to be envied are those who cleanse their garments, that they may have the authority and right to approach the tree of life and to enter through the gates into the city. It is KJV? NKJV. NKJV. Okay. Yeah, meaning is that following the commandments of God, obeying the commandments of God. So cleansing our garments. Here garments means our lives. Garment of our lives. How can we wash it? In the blood of the Lamb. That's why there is a beautiful hymn. Have you been to Jesus for the cleansing power? ശുദ്ധിക്കായി നീ യേശു സമീപേ പോയോ എന്ന പാട്ട് നമുക്കൊക്കെ അറിയാമല്ലോ. അപ്പൊ കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിക്കുക. പാപമോചനത്തിനും വിശുദ്ധ ജീവിതത്തിനും വേറെ വഴികളൊന്നുമില്ല. അത് ക്രൂശിലാണ് നമുക്ക് ലഭിക്കുക. സോ സിംപ്ലി ആൻഡ് ഹംബ്ലി relying on the cross, the atoning death of Jesus, applying that into our lives, yielding ourselves for the Lamb of God, obeying his commandments. This is the only way to access entrance into the city. ക്രൂശിൽ സകല മാനവജാതിയുടെയും പാപത്തിന് പ്രായശ്ചിത്തമായി മരിച്ച തൻ്റെ നിഷ്കളങ്കമായ രക്തം ഒഴുക്കിയ ദൈവ കുഞ്ഞാടിൽ പൂർണ്ണമായും വിശ്വസിച്ച് ആശ്രയിച്ച് പാപങ്ങളിൽ നിന്നും മാനസാന്തരപ്പെട്ട് ദൈവകൽപ്പനകൾക്ക് വിധേയപ്പെട്ട് ജീവിക്കുക എന്നത് മാത്രമാണ് ഈ വിശുദ്ധ നഗരത്തിലേക്കുള്ള പ്രവേശനത്തിന് ഏക വഴി. അപ്പോൾ 21:7 ജയാളികളായി തീരുക. 21:27 ജീവന്റെ പുസ്തകത്തിൽ പേരുള്ളവരാവുക. 22:14 കുഞ്ഞാടിന്റെ രക്തത്തിൽ പാപക്കറകളെ കഴുകിക്കളഞ്ഞ് ദൈവകൽപ്പനകൾ അനുസരിച്ച് വിശുദ്ധ ജീവിതം നയിക്കുക. ഈ നഗരത്തിലേക്കുള്ള പ്രവേശനത്തിന് ഏക മാർഗം, അതിലേക്ക് പ്രവേശിക്കുന്നവർ ഇങ്ങനെയുള്ളവർ മാത്രമായിരിക്കും. അവിടേക്ക് പ്രവേശിക്കുവാൻ അനുവാദമില്ലാത്തവർ 21:8, 21:27, ഇവിടെ 22:15 സ്തോത്രം. നാം അവിടെ കാണുന്നു, who all will not get an entrance. 22:15 says the dogs, നായ്ക്കൾ, those who practice sorceries,
എന്താണ് പറയുന്നത്, ക്ഷുദ്രക്കാർ, ക്ഷുദ്രപ്രയോഗങ്ങൾ ചെയ്യുന്നവർ, ഇംപ്യുവർ, ദുർനടപ്പുകാർ. There we see these impure. It is about sexual purity. ലൈംഗിക പാപങ്ങളെ സംബന്ധിച്ചാണ് ഇവിടെ ദുർനടപ്പ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ലൈംഗിക പാപങ്ങളിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുന്നവർക്ക് മാത്രമേ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയൂ. സ്വന്തം ഭാര്യയോടും സ്വന്തം ഭർത്താവിനോടും പൂർണ്ണ വിശ്വസ്തതയിൽ ജീവിക്കുന്ന വ്യക്തികൾക്ക് മാത്രം. വിവാഹത്തിനു മുമ്പോ വിവാഹത്തിനു പുറത്തോ ഏതെങ്കിലും തരത്തിലുള്ള ബന്ധങ്ങൾ ഉള്ളവർക്ക്, ഏതെങ്കിലും തരത്തിലുള്ള പാപത്തെ ആസ്വദിക്കുന്നവർക്ക് ഈ ദൈവരാജ്യത്തിലേക്ക് പ്രവേശനം ഇല്ല. അതാണ് ദുർനടപ്പുകാർ, ഇംപ്യുവർ. മർഡറേഴ്സ്, കൊലപാതകന്മാർ. പിന്നെ ബിംബാരാധികൾ, ഐഡലറ്റേഴ്സ്, ബിംബാരാധികൾ. And everyone who loves and deals with falsehood. ഭോഷ്ക് പറയുന്ന, പ്രിയപ്പെടുന്ന, പ്രവർത്തിക്കുന്ന ഏവർക്കും ഉള്ള ഓഹരി നഗരത്തിനു പുറത്ത് തീയും ഗന്ധകവും കത്തുന്ന പൊയ്ക. അപ്പൊ ഇത്രയും കൂട്ടർക്ക് ദൈവരാജ്യത്തിലേക്ക് പ്രവേശനമില്ല. സ്തോത്രം. ഇരുപത്തിയൊന്നിന്റെ 8 മടങ്ങി വരാം. ലെറ്റ്സ് ഗോ ബാക്ക് ടു 21 verse 8. അവിടെ നമ്മൾ കാണുന്നു 8 കൂട്ടർ. ആരൊക്കെയാണ്? എന്നാൽ ഒന്നാമത്തെ കൂട്ടരാണ് അവിടെ കാണുന്നത്, ഭീരുക്കൾ, കവാർഡ്സ്. നമുക്കറിയാമല്ലോ ഇവിടെ പറയുന്ന ഭീരുക്കൾ. ഇതിനു മുമ്പും നമ്മൾ ചില സമയങ്ങളിൽ ഈ ഭീരുക്കൾ ആരാണ് ആരല്ല എന്ന് ചിന്തിച്ചിട്ടുണ്ട്. ഭീരുക്കൾ എന്നിവിടെ പറയുന്നത് the cowardly are the fearful people who reject and despise Jesus Christ, at least publicly, because of the fear of this material world, consequences in their lives, who are fearful to confess their faith and trust in Jesus, fearing the consequences in their job, in their lives, in their future, related to this world. ഇവിടെ പറയുന്ന ഭീരുക്കൾ ഭൗതിക ജീവിതത്തിൽ അവർക്ക് നേരിടേണ്ടി വരുന്ന പ്രതിസന്ധികളെ ഭയപ്പെട്ടിട്ട് യേശുക്രിസ്തുവിങ്കലുള്ള വിശ്വാസം പരസ്യമായി ഏറ്റുപറയുവാൻ ഭയപ്പെടുന്നവരാണ്. ചിലര് ചില മത സംഘടനകളുടെ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരാണ്. അവർ യേശുവിലെ വിശ്വാസം ഏറ്റുപറഞ്ഞാൽ ജോലിയിൽ നിന്ന് പിരിച്ചുവിടപ്പെടും.
ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടാൽ ഉപജീവന മാർഗം കഷ്ടത്തിലാകും. അവരെ ആശ്രയിച്ച് ജീവിക്കുന്ന കുടുംബം ഉണ്ടാവും. ചിലപ്പോൾ യേശുവിങ്കലുള്ള വിശ്വാസം ഏറ്റുപറഞ്ഞാൽ ജയിലിൽ പോകേണ്ടി വന്നേക്കാം. ചിലപ്പോൾ അടികൊള്ളും. ചിലപ്പോൾ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുമെന്ന് മാത്രമല്ല, നമ്മുടെ ശമ്പളത്തിൽ നിന്നും പിടിച്ചു വച്ചിരിക്കുന്ന കാശ് പോലും കിട്ടത്തില്ല. ഈ കഴിഞ്ഞിടയ്ക്ക് തന്നെ നമ്മൾ കണ്ടതാണല്ലോ, പട്ടാളത്തിൽ നിന്ന് ഒരു തമിഴ്നാട്ടുകാരനാണെന്ന് എനിക്ക് തോന്നുന്നു പേര് കേട്ടിട്ട്, ടെമ്പിൾ പരേഡ് എന്നും പറഞ്ഞ്, മന്ദിർ പരേഡ് എന്നും പറഞ്ഞ് പട്ടാളത്തിൽ ക്ഷേത്രത്തിൽ പോയി കുമ്പിടുക. അതിൻ്റെ പേരും പരേഡെന്ന. അത് പരേഡ് പട്ടാളത്തിൽ ഉപേക്ഷിക്കാൻ പാടില്ലാത്തതാണ്. എന്നാൽ ആ ചെറുപ്പക്കാരൻ അതിന് സമ്മതിച്ചില്ല. റിലീജിയസ് റീസൺസ്, എൻ്റെ വിശ്വാസപരമായ കാരണങ്ങളാൽ എനിക്കിതിൽ പങ്കെടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് അദ്ദേഹത്തെ പിരിച്ചുവിട്ടു. ഒടുവിൽ കോടതിയിൽ കേസായി. കോടതിയും തൻ്റെ കേസ് കൈവിട്ടു. എന്നിട്ട് പത്രങ്ങളിൽ വന്ന വാർത്ത നിങ്ങൾ വായിച്ചിട്ടുണ്ട്. ഞാനും നമ്മുടെ ഇടയിൽ ഒരിക്കൽ പറഞ്ഞത് ആ സമയങ്ങളിൽ. തൻ്റെ ജോലി സമയത്ത് ഉണ്ടായിരുന്ന ആനുകൂല്യങ്ങൾ പോലും തനിക്ക് ലഭിക്കത്തില്ലെന്നാണ് കോടതി വിധി. അങ്ങനെ സംഭവിക്കുമെന്ന് ഭയപ്പെട്ട് യേശുവിങ്കലെ വിശ്വാസത്തെ തള്ളിപ്പറയുന്നവരുടെ പേരാണ് ഭീരുക്കൾ. It is possible in our lives also. There may be consequences. If we confess our faith in the Lord, we will have to suffer loss. Sometimes we will have to endure hardships and persecutions, which may culminate in martyrdom. We have to joyfully endure it. We have to courageously face it. ചിലപ്പോൾ നമുക്കും യേശുക്രിസ്തുവിങ്കലുള്ള വിശ്വാസം ഏറ്റുപറയുന്നെങ്കിൽ നഷ്ടങ്ങൾ ഉണ്ടായേക്കാം, കഷ്ടങ്ങൾ ഉണ്ടായേക്കാം, ഒറ്റപ്പെടുത്തലുകൾ വരാം, സാമ്പത്തിക നഷ്ടം നേരിടാം, ജോലിയിൽ നിന്ന് പിരിച്ചുവിടപ്പെടാം, അഡ്മിഷൻ ലഭിക്കാതിരിക്കാം. ചിലപ്പോൾ ഞങ്ങളെപ്പോലെയൊക്കെ ഉള്ളവർക്ക് വാടക വീട് ലഭിക്കാതെ വരാം. നമ്മുടെ കൂട്ടത്തിലുള്ള ദേവദാസന്റെ കാര്യം ഓർമ്മയുണ്ടല്ലോ നിങ്ങൾക്ക്. പരസ്യമായിട്ട് ഞാൻ പറയുന്നില്ല. ഇപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് വീട്ടു സാധനങ്ങളുമെല്ലാം കയറ്റി ടെമ്പോയിൽ കയറ്റി ഭാര്യയെയും കൊച്ചു കുഞ്ഞുങ്ങളെയും കയ്യിലെടുത്തുകൊണ്ട് പുതിയ സ്ഥലത്തേക്ക് വന്നു. അവിടെ വന്ന് നേരത്തെ തന്നെ വീടിന് അഡ്വാൻസ് ഒക്കെ കൊടുത്ത് എല്ലാം പറഞ്ഞു വെച്ചിട്ടാ പോയത്. പക്ഷേ സാധനങ്ങളും കുടുംബവും ഒക്കെ ആയിട്ട് വന്നപ്പോഴാണ് അറിയുന്നത് ക്രിസ്ത്യാനികളായതുകൊണ്ട് ആ വീട് കിട്ടത്തില്ല. മറ്റു പല വീടുകളിൽ അലഞ്ഞു. ഒരു രാത്രി മുഴുവനും സാധനം വണ്ടിയിൽ വെച്ച് ഇവർക്ക് അങ്ങനെ നിൽക്കേണ്ടി വന്നു. അപ്പോൾ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം നമ്മൾ പരസ്യമായിട്ട് ഏറ്റുപറഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ള പ്രയാസങ്ങൾ ഇന്നും നേരിടേണ്ടി വരാം. ചില സ്ഥാപനങ്ങളിൽ നിന്ന് ജോലിയിൽ നിന്ന് പിരിച്ചുവിടപ്പെടാം. ഇങ്ങനെയുള്ള പ്രതിസന്ധികളെ മുമ്പിൽ കണ്ടുകൊണ്ട് യേശുവിലെ വിശ്വാസം ഏറ്റുപറയാൻ ഭയപ്പെടുന്നവരുടെ പേരാണ് ഭീരുക്കൾ. ജീവനപായം സംഭവിക്കാം എന്നതുകൊണ്ട്
മരിച്ചു പോകാമെന്നതുകൊണ്ട്, കൊല ചെയ്യപ്പെടാമെന്നതുകൊണ്ട് ജീവനെ ഭയന്ന് യേശുവിലെ വിശ്വാസം തള്ളിപ്പറയുന്നവരുടെ പേരാണ് ഭീരുക്കൾ. അങ്ങനെയുള്ളവർക്ക് ദൈവരാജ്യത്തിലേക്ക് പ്രവേശനമില്ല. ഒരുപക്ഷെ അടുത്ത ദിവസങ്ങളിൽ നമുക്കും അങ്ങനെയുള്ള അവസരങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരാം. ഭയപ്പെടരുത്, ഭയപ്പെടരുത്. അതുകൊണ്ടാണ് യേശു കർത്താവ് പറഞ്ഞത്, നിങ്ങൾ ആരെ ഭയപ്പെടരുത്? ദേഹത്തെ കൊല്ലുന്നവനെ. ദേഹത്തെ മാത്രം കൊല്ലാൻ കഴിയുന്ന മനുഷ്യരെ നിങ്ങൾ ഭയപ്പെടേണ്ട. പിന്നെ ആരെ ഭയപ്പെടണം? ദേഹത്തെയും ആത്മാവിനെയും. സ്തോത്രം. കൊല്ലുന്നവനെ. അപ്പോൾ ദേഹത്തിന്റെ മേലും ദേഹിയുടെ മേലും ആത്മാവിന്റെ മേലും ഒക്കെ അധികാരമുള്ള ദൈവത്തെ മാത്രമേ ഭയപ്പെടാവൂ. നിങ്ങൾ എന്നെ കൊല്ലുന്നെങ്കിൽ കൊല്ലൂ. മരണത്തിന് മുമ്പിൽ പോലും ഭയപ്പെടാത്ത ധീരയോദ്ധാക്കളായിരിക്കണം നാമൊക്കെ. പാട്ടുകാരൻ പാടും പോലെ, നിരയായി അണിനിരന്നിടുക കുരിശിൻ പടയാളികളെ, ജയ 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 കാഹളം ഊതിയിടുവീൻ ജയവീരനാം യേശുവിനായി. മരിക്കുന്ന സമയത്തായാലും സ്തോത്രം, ഭയപ്പെടുന്നവരായി നാം തീരരുത്. അങ്ങനെയുള്ള കഷ്ടങ്ങളിൽ കൂടെ നമുക്ക് പോകേണ്ടി വന്നാലും ഞെങ്ങി ഞരങ്ങി മൂളി കിതച്ചല്ല നമ്മുടെ ക്രിസ്തീയ ജീവിതം നയിക്കേണ്ടത് കേട്ടോ. സ്തോത്രം. പകരം യേശുക്രിസ്തുവിനെ കുറിച്ച് നാം കാണുന്നത് പോലെ, ക്രിസ്തു എങ്ങനെ ക്രൂശിലെ മരണം സഹിച്ചത്? അയ്യോ അയ്യോ എന്നും പറഞ്ഞാണോ? സ്തോത്രം. ജീസസ് ഫിലിമിലോ ദയാസാഗറിലോ പാഷൻ ഓഫ് ക്രൈസ്റ്റിലോ ഒക്കെ കാണുന്നത് പോലെയാണോ? ഞെങ്ങി ഞരങ്ങി നിലവിളിച്ചും പ്രാഗിയും ഒക്കെ അല്ല. പിന്നെ തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷമോർത്തവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു. സ്തോത്രം. എബ്രായലേഖനം 12:2 2:9 കൂടുന്ന് വായിച്ചാട്ടെ. 2:9 ഹീബ്രൂസ്. എങ്കിലും ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിപ്പാൻ. സ്തോത്രം. യേശു എന്ത് ചെയ്തെന്നാ? ക്രൂശിലെ മരണം ആസ്വദിച്ചു. ഇംഗ്ലീഷിൽ എങ്ങനെ? ടേസ്റ്റഡ് എന്നായിരിക്കും അല്ലേ? ടേസ്റ്റഡ്. സ്തോത്രം. എല്ലാവർക്കും വേണ്ടി മരണം യേശു ആസ്വദിച്ചു. സ്തോത്രം. വേറെ ആരെയെങ്കിലും കുറിച്ച് മരണം ആസ്വദിക്കുക എന്ന ഒരു പ്രയോഗം ശരിയാകുമോ? സ്തോത്രം. ക്രിസ്തു ക്രൂശിൽ മരിച്ചത് നിലവിളിച്ചും കരഞ്ഞും നിരാശപ്പെട്ടു ഒന്നുമല്ല. അവൻ മരണം ആസ്വദിക്കുകയായിരുന്നു. അതുപോലെ തന്നെ നാമും കഷ്ടതകൾ ആസ്വദിക്കണം. We also should taste, enjoy the persecutions
afflictions because of our faith in Christ, as Jesus tasted death on the cross for all of our sake. ആരും ഭീരുക്കളായി തീരരുത്. യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ എൻ്റെ വിശ്വാസത്തെക്കുറിച്ച് പരസ്യമായാൽ എന്തൊക്കെ ഉണ്ടാകും? എന്തോ ഉണ്ടാകട്ടെ. മാക്സിമം എന്ത് സംഭവിക്കാം? യെസ്, താങ്ക് യു. മാക്സിമം എന്തോ സംഭവിക്കാം? ദേഹത്തെ കൊല്ലും. ദേഹത്തെ കൊല്ലും, മരിക്കും, അത്രേ ഉള്ളൂ. സ്തോത്രം. ഇറച്ചി മേടിക്കാൻ പോകുന്ന വഴി വണ്ടി ഇടിച്ച് ചാകുന്നതിനേക്കാൾ നല്ലതല്ലേ? പിക്നിക്കിന് പോകുന്ന വഴിക്ക് ലാൻഡ് സ്ലൈഡ് ഉണ്ടായിട്ട് അപകടത്തിൽപ്പെടുന്നതിനേക്കാൾ നല്ലതല്ലേ സുവിശേഷ നിമിത്തം മരിക്കുന്നത്, ക്രിസ്തു നിമിത്തം ഉപദ്രവം ഏൽക്കുന്നത്? സ്തോത്രം. കൂടുതൽ പലിശ കിട്ടുമെന്നും പറഞ്ഞ് ബ്ലേഡ് കമ്പനിക്ക് കൊണ്ടുപോയി കാശിട്ടിട്ട് കമ്പനി പൊട്ടിപ്പോയി ആജീവനാന്തം മുഴുവനും തലയിൽ കൈവച്ച് പോയ കാശിനെ ഓർത്ത് നിരാശപ്പെടുന്നതിനേക്കാൾ നല്ലതല്ലേ? സ്തോത്രം. സുവിശേഷ നിമിത്തം 10 പൈസ നഷ്ടപ്പെടുന്നെങ്കിൽ സന്തോഷത്തോടുകൂടെ ഏറെ പ്രതിഫലങ്ങളെ പ്രാപിക്കുവാൻ നിത്യതയിലേക്ക് പ്രവേശിക്കുന്നത്. സ്തോത്രം. അപ്പോൾ പുതിയ യെരുശലേമിൽ ആർക്ക് പ്രവേശനം, ആർക്ക് പ്രവേശനമില്ല എന്ന് നാം ഇവിടെ കണ്ടു. നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കുന്ന സമയത്ത് ധൈര്യത്തോടെ യേശുക്രിസ്തുവിങ്കലെ വിശ്വാസം ഏറ്റുപറഞ്ഞുകൊണ്ട് ദൈവവും ദൂതന്മാരും വിശുദ്ധന്മാരും വസിക്കുന്ന ഈ നിത്യ അവകാശത്തിലേക്ക് കടക്കാൻ ആർത്തിയോടെ നമുക്ക് കാത്തിരിക്കാം. നമ്മുടെ വസ്ത്രങ്ങളെ കുഞ്ഞാടിൻ്റെ ചോരയിൽ അലക്കാം. ദൈവമായ കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം.